ഹലോ ഗൈസ്, പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ വേദ സാക്ഷി പറയാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പൊ നമ്മുടെ അമ്മ പറയുന്നുണ്ട്, നീ എങ്ങാനും സാക്ഷി പറയാൻ പോയ പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും ഈ വീടിനകത്ത് കയറ്റില്ലെന്ന്. അപ്പൊ അച്ഛൻ നമ്മുടെ വേദേനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അവളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവളെ മുടക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തിന്റെ അമ്മയോട് നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഓർക്കുന്നുണ്ടോ ഒരു ദിവസം നീ ഉറങ്ങാതിരുന്ന രാത്രി എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് അച്ഛൻ പോകുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ ആ ഒരു സീരിയസ് ആയിട്ട് കിടക്കുന്ന മകന്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ശ്രീനി സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ കുറെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ശ്രീനി സാർ പറയുന്നുണ്ട്, നിന്റെ മകന്റെ കൊള്ളരുതായ്മയ്ക്ക് വിക്രം കൊടുത്ത ശിക്ഷയ്ക്ക് അവൻ ജയിലിൽ കിടക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റേ ആള് പറയുന്നുണ്ട്, അവനെങ്ങാനും പുറത്തിറങ്ങിയ പിന്നെ അവൻ അരിഞ്ഞ് ഞാൻ വീഴ്ത്തിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക കേട്ടോ, വിക്രത്തിന്റെ ജീവന് വേണ്ടിയാണ് ഞാനിങ്ങനെ മൊഴി കൊടുക്കാൻ പോകുന്നത്. വിക്രം പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും വിക്രത്തിന്റെ ജീവൻ നഷ്ടപ്പെടും എന്നെനിക്കറിയാം. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഭഗവാനെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ ജയിലിൽ വിക്രത്തിനെ കാണാൻ രണ്ട് കൂട്ടുകാർ വരുന്നുണ്ട്. അപ്പൊ വിക്രത്തിന്റെ ഒരു കൂട്ടുകാരൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വെട്ടുകൊണ്ട ഭാഗത്തെ കൈ ഇനി ഒരിക്കലും അനക്കാൻ പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ എന്നുള്ളൊരു വിവരം നമ്മുടെ വിക്രത്തിനോട് ഈ കൂട്ടുകാർ വന്ന് പറയുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി ഒരിക്കലും ആ ഒരു കൂട്ടുകാരനെ ഒരു പണിയെടുത്ത് ജീവിക്കാനുള്ള വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഒന്നും സാധ്യമല്ല എന്നർത്ഥം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.